ഓ സിൻഡ്രല്ല ബിഗ് ബോസ് മലയാളം സീസൺ 4 വിന്നറായ ദിൽഷ പ്രസന്നൻ നായികയായി എത്തുന്ന ആദ്യ സിനിമ. അനൂപ് മേനോൻ കഥ എഴുതി റെനോൾസ് റഹ്മാന്റെ സംവിധാനത്തിൽ തിയേറ്ററിലെത്തിയ സിനിമ നിലവിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരുന്നു, അതോ ചിലരെയൊക്കെ വെള്ളപൂശാൻ വേണ്ടി ഇങ്ങനെ ഒരു വിഷയം സിനിമയാക്കിയതാണോ എന്ന് പോലും തോന്നിപ്പോകും. സംഭവം വേറൊന്നുമല്ല, മീറ്റു എന്ന ക്ലീശേ വിഷയം തന്നെ. എടുത്ത സബ്ജക്റ്റിന് ശക്തിയുണ്ടെങ്കിലും അതിൽ പെട്ടാൽ പെടുന്നവന്റെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനമാകും. എന്നാൽ അങ്ങനെ ഒരു വിഷയമെടുത്ത് അതിനെ എലാബറേറ്റ് ചെയ്ത് കിട്ടിയ തിരക്കഥയ്ക്ക് വലിയ ശക്തിയില്ലാതെ പോയി. ഒരു സ്ത്രീ വിചാരിച്ചാൽ മീറ്റുവിൽ ആരെയും പെടുത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്നും, അതുപോലെ റിലേഷനിൽ നിൽക്കുമ്പോൾ അതിലെന്തെങ്കിലും വിള്ളലുകൾ വരുവോ ഉദ്ദേശകാര്യം നടക്കാതെ വരുവോ ചെയ്താൽ മീറ്റുവിൽ പെടുത്തിക്കളയാൻ സാധിക്കുമെന്നൊരു ആശയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ ആശയം പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സിനിമയിൽ പ്രേക്ഷകനെ എൻഗേജഡ് ആക്കി ഇരുത്താൻ സാധിച്ചിട്ടില്ല. ദിൽഷ ആദ്യമായി അഭിനയിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ദിൽഷയുടെ അഭിനയത്തിലെ പോരായ്മകൾ മറക്കാം. എന്നിരുന്നാലും ദിൽഷയെ കുറച്ചുകൂടി ഫ്രീ ആയി വിട്ടിരുന്നുവെങ്കിൽ ഇതിലും മികവ് കാണിക്കാൻ സാധിച്ചേനെ എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം അഭിനയത്തിൽ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്തില്ല. സിനിമയുടെ ആദ്യ അവസാനം വരെയും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തു. പ്രധാന വേഷത്തിലെത്തുന്ന അനൂപ് മേനോൻ സിനിമയിൽ നല്ലൊരു സ്ക്രീൻ സ്പേസ് ഉണ്ടെങ്കിലും മികച്ചൊരു അഭിനയം എന്ന് പറയാൻ സാധിക്കില്ല. മികച്ച സിനിമകൾ ചെയ്തിട്ടുള്ള അനൂപ് മേനോനിൽ നിന്നും ഇത്രയും മോശമായ രീതിയിൽ ഒരു സിനിമ പ്രതീക്ഷിച്ചില്ല. ബാക്കി സഹതാരങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ സിനിമയുടെ ഭാഗങ്ങളായി എന്ന് പറയാം. എടുത്തു പറയാൻ നന്ദു, ദിനേശ് പ്രഭാകർ, മാല പാർവതി എന്നിവരൊക്കെ. സിനിമയുടെ ആദ്യ പകുതി വലിയ കുഴപ്പമില്ലാതെ പോയി. മികച്ചത് എന്ന് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും കുറച്ച് തമാശകളൊക്കെ അവിടുന്നും ഇവിടുന്നും പൊക്കിയതാണെങ്കിലും തട്ടിക്കൂട്ടി ഒപ്പിച്ചു. എന്നാൽ രണ്ടാം പകുതി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. പിന്നെ എങ്ങനെയോ ഒപ്പിച്ച് ഒരു തരത്തിൽ സിനിമ അവസാനിപ്പിച്ചു. ഒരു ക്ലൈമാക്സ് ഉണ്ടായിരുന്നോ എന്ന് പോലും തോന്നിയ അവസ്ഥ. തിരക്കഥയുടെ ശക്തിക്കുറവ് സിനിമയിൽ പ്രതിഫലിച്ചു. അതുപോലെ സംവിധാനത്തിലും മികവ് പുലർത്താൻ സാധിച്ചില്ല. ആദ്യ പകുതി കഴിഞ്ഞ് രണ്ടാം പകുതിയിൽ ആവിഷ്കരണത്തിൽ സ്തംഭിച്ചു പോയൊരു അവസ്ഥയായിരുന്നു. പുതിയൊരു സംവിധായകനാണെന്ന് തോന്നുന്നു, ഇതുവരെയും കേട്ടിട്ടില്ല. പിന്നെ ചിത്രത്തിന്റെ എഡിറ്റിംഗും അത്ര മികച്ചത് എന്ന് പറയാൻ സാധിക്കില്ല. മിക്ക സ്ഥലത്തും ഷോട്ടുകൾ പെറുക്കി വെച്ചതുപോലെ തോന്നി. സംഗീതം കുഴപ്പമില്ലെന്ന് പറയാം. അതുപോലെ ശ്രദ്ധിച്ചൊരു കാര്യം, ഡബ്ബിംഗ് പലയിടത്തും സെറ്റ് ആകാത്തതുപോലെ തോന്നി. ലിപ്സിംഗ് പ്രോപ്പർ അല്ലായിരുന്നു. ഇനി സിനിമ കണ്ട തിയേറ്ററിന്റെ കുഴപ്പമാണോ എന്നും അറിയില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ ഒന്ന് കമന്റ് ഇടുക. അറിയപ്പെടുന്ന ഒരു നിർമ്മാതാവിനെ മീറ്റുവിൽ കുരുക്കുന്ന സിൻഡ്രല്ല എന്ന അൺനോൺ വ്യക്തിയും പിന്നീട് സിൻഡ്രല്ലയുടെ റിയൽ ഐഡന്റിറ്റി പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടലുമൊക്കെയാണ് സിനിമയുടെ ഉള്ളടക്കം. ഇതിപ്പോൾ സിനിമാ മേഖലയിൽ തന്നെ അടുത്ത കാലത്തുണ്ടായ വിഷയങ്ങളിൽ വേണ്ടപ്പെട്ട പലരെയും വെള്ളപൂശുകയാണോ ഉദ്ദേശം, അതോ മീറ്റു എന്നൊരു വിഷയം മിസ്യൂസ് ചെയ്യപ്പെടുന്നത് സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാനാണോ സിനിമ ശ്രമിക്കുന്നത് എന്നത് തീർത്തും അങ്ങ് മനസ്സിലായില്ല. എന്തായാലും മൊത്തത്തിൽ ഒരു ബിലോ ആവറേജ് പടം എന്നതിൽ കൂടുതൽ ഒരു മേഖലയിലും മികവ് പുലർത്താൻ സിനിമയ്ക്ക് സാധിച്ചില്ല. കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.